ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാറുള്ള വട്ടവട എന്ന് പറയുന്ന ഒരു സൂപ്പർ പ്ലേസിലേക്കാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. നമ്മൾ ഈ വണ്ടിയിലാണ് ട്രിപ്പ് പോകുന്നത്. തെക്കൻ ടൂർ പ്ലാനേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടൂർ പാക്കേജാണ് ഇവരുടെ കേട്ടോ. നമ്മൾ കഴിഞ്ഞതിന് മുന്നേ ഇവരുടെ കൂടെ വയനാട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും നല്ല ഒരുപാട് സ്ഥലങ്ങൾ നമ്മളെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അവരുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാമേ. അപ്പം നമ്മുടെ ടൂർ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആദ്യം വണ്ടിയിൽ എല്ലാവരും കയറിയിരുന്നു. ഫാമിലീസ് എല്ലാവരും ഒന്ന് സെറ്റൊക്കെ ആയിട്ടിരിക്കുക. നമ്മൾ 3 ഫാമിലീസ് ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ. ഒരു വൈബ് മൂഡൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും നല്ല ജോയിൻ ചെയ്ത് നല്ല പാർട്ടിസിപ്പേഷനോടൊക്കെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. നൈറ്റ് ആയിരുന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങി. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അടിമാലിയിൽ എത്തിയായിരുന്നു. അവിടെ വന്ന് നമ്മൾ 2 റൂം എടുത്തിരുന്നു. ജെൻസിനും ലേഡീസിനും വേണ്ടി എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഫ്രഷപ്പ് ആയി. രാവിലെ നമുക്ക് 6:30ക്കാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ 6:30 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 7 മണിയൊക്കെ ആയി കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള പോക്കാണ്. അടിമാലി തന്നെ ഒരു ഹോട്ടലിലാണ് നമുക്ക് പറഞ്ഞിരുന്നത്. അവിടെ നമ്മൾ എങ്കിൽ ഒരു സെറ്റപ്പില്ലായിരുന്നു. ക്യൂ നിന്നിട്ട് വേണമായിരുന്നു നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കാൻ. ഫുഡ് വാങ്ങിക്കാൻ നമ്മളിങ്ങനെ ക്യൂ നിന്ന് നല്ല തിരക്കായിരുന്നു. കാരണം അവിടെ വേറെ ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് എല്ലാ ആൾക്കാരും അവിടെ തന്നെയായിരുന്നു വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബൊഫേ പോലെ ഇങ്ങനെ നമുക്ക് തരുമായിരുന്നു. ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുന്നത്. ഞാൻ പൊറോട്ടയും ഒരു അപ്പവുമായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. പിന്നെ അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഫോട്ടോ പോയിന്റിലേക്കാണ് പോയത്. പ്ലേസൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. കാരണം എല്ലാവരും ആദ്യം വന്ന് ഇവിടെ വന്ന് കുറേ ഫോട്ടോസൊക്കെ അങ്ങ് എടുക്കുക. അതുകൊണ്ട് തന്നെ വണ്ടികളെല്ലാം ഇങ്ങനെ സൈഡായിട്ട് ഇട്ടേക്കുവാണ്. ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ആർട്ട് വർക്ക് ചെയ്തേക്കുന്ന പോലെ ഒരു ഫീൽ. നമുക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് കാണുമ്പോൾ അതെന്തോ പടം വരച്ച് വെച്ചേക്കുന്ന പോലെ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇടയ്ക്ക് കാണുന്ന എല്ലാം തേയിലത്തോട്ടമാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കും കേട്ടോ. കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നും. പിന്നെ നമ്മൾ കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തു. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇവിടുത്തെ തേയില ഫാക്ടറിയിലേക്ക് പോയി. അവിടെ ചെന്ന് നമ്മൾ തേയില ഇങ്ങനെ പ്രോസസ്സിങ് ചെയ്യുന്നത് കാണുന്നതിന് ടിക്കറ്റൊക്കെ എടുക്കണം. 120 രൂപയെങ്ങാണ്ടാണ് നമ്മൾ ടിക്കറ്റ്. നമ്മൾ അതിനകത്തൊന്നും അങ്ങനെ കയറിയില്ല. കാരണം അവിടെ അന്നേരം എൻട്രി ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. നമ്മൾ എന്തായാലും അവിടെ വന്നിട്ട് ചായ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് ഏത് തേയില വാങ്ങിക്കണമെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഞാനും ചേട്ടനും ചായ വാങ്ങിച്ചു. ഞാൻ മസാല ചായ വാങ്ങിച്ചു. അമ്മയും ചേട്ടനും ജിഞ്ചർ ചായ വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞ് തണുപ്പത്ത് ഇച്ചിരി ഐസ്ക്രീം തിന്നാൻ വലിയ ഇഷ്ടമായാണ്. ഞാനൊരു പൈനാപ്പിൾ ഐസ്ക്രീം വാങ്ങിച്ചു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പൈനാപ്പിളിൻ്റെ കോൺ ഐസ്ക്രീം ട്രൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ തേയിലയുടെ ആ ഷോപ്പിനകത്ത് കയറി. ഒരുപാട് പല ഫ്ലേവറിലുള്ള തേയില ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അമ്മ കുറേ തേയിലകളൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നോക്കിയിട്ട് അവസാനം റിപ്പിളിൻ്റെ ഒരു നോർമൽ തേയിലയും പിന്നെ ഞാൻ റിപ്പിളിൻ്റെ കുറേ ഫ്ലേവേർഡ് നോക്കിയപ്പോൾ അതിനകത്ത് ഞാൻ മസാല ചായ കുടിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ റിപ്പിളിൻ്റെ ഒരു മസാല തേയിലയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ പോയത് മാട്ടുപ്പെട്ടി ഡാം ഏരിയയിലായിരുന്നു. ഈ കാണുന്ന ലേക്കിലാണെങ്കിൽ ബോട്ടിംഗ് സർവീസ്, കൊട്ടവഞ്ചി സർവീസ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. 4 പേർക്ക് 600 രൂപയൊക്കെയാണ് അതിൻ്റെ റേറ്റിംഗ് വരുന്നത്. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ വന്ന കുറച്ച് ഫാമിലീസ് ഈ ബോട്ടിങ്ങിനൊക്കെ ആയിട്ട് പോയി, കൊട്ടവഞ്ചിയിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നടക്കുമ്പോൾ പലതരം കടകളാണ് കേട്ടോ. ഒരുപാട് കടകളുണ്ട്. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇവിടുന്ന് വാങ്ങിക്കാം. പക്ഷേ റേറ്റിൻ്റെ കാര്യത്തിൽ പല റേറ്റുകളാണ് കേട്ടോ ഓരോ കടയിലും വരുന്നത്. ഒരു കടയിൽ ഇപ്പോൾ 100 രൂപയാണെങ്കിൽ അടുത്ത കടയിൽ അതിന് ചിലപ്പോൾ 200 രൂപയൊക്കെ ആയിരിക്കും പറയുന്നത്. ഈ കാണുന്നതാണ് മാട്ടുപ്പെട്ടി ഡാം എന്ന് പറയുന്നത് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം നല്ല ഫോഴ്സിൽ ശക്തിക്ക് അടിച്ച് ഇങ്ങനെ പോകും. ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗി. നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്ലോയിലാണ്, ഫോഴ്സിലൊക്കെയാണ് അത് പോകുന്നത്. അടുത്ത നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലാനായിരുന്നു. നമുക്ക് ഒരു ലഞ്ച് സമയമായിരുന്നു. നമ്മളൊരു കാട് ഏരിയയിലോട്ട് പോയി. ഇവിടെ ഹോട്ടലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തവർ വണ്ടിയിൽ കൊണ്ടുവന്ന് നമുക്ക് ഫുഡ് തരികയാണ് ചെയ്യുന്നത്. നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും ഓരോ ഇങ്ങനെ ടെൻറ്റ് പോലെ കെട്ടിയിട്ട് നമുക്ക് ഫുഡ് ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത ടീമാണ് ഇത്. അവരിങ്ങനെ ഇതുപോലെ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ചെമ്പിനകത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് തരികയാണ്. നമ്മൾ ബിരിയാണിയായിരുന്നു പറഞ്ഞിരുന്നത്. ബിരിയാണിയും ചിക്കൻ ബിരിയാണിയായിരുന്നു പറഞ്ഞിരുന്നത്. ഇതെല്ലാം നമ്മളെ ആ ടൂർ കൊണ്ടുപോകുന്നവർ അറേഞ്ച് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഒന്നും നമ്മൾ അറിയേണ്ട, എല്ലാം അവർ തന്നെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. നമ്മൾ അവരുടെ കൂടെ പോവുക, നമുക്ക് കാണേണ്ട സ്ഥലങ്ങളിൽ പോയി നമ്മൾ ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലാണ് കേട്ടോ. ഇനിയാണ് നമ്മൾ മെയിൻ സ്പോട്ടിലേക്ക് പോകുന്നത്. വട്ടവടയിലേക്ക് പോവുകയാണ്. അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് മൊത്തം. ഈ ഒരു ഈവനിങ് ടൈം ആയപ്പോഴത്തേക്കും ഫുള്ള് കോട ഇറങ്ങി ഭയങ്കര തണുപ്പുമായിരുന്നു. ഇതാണ് വട്ടവടയുടെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഇതിന് അങ്ങോട്ടൊരു കാട് പോലെ ഫോറസ്റ്റ് ഏരിയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അങ്ങോട്ട് പോകുന്തോറും കോട ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഈ സ്ഥലത്തെപ്പറ്റി ചാർലി സിനിമ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അതിനകത്ത് ദുൽഖർ സൽമാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഈ വട്ടവടയെ പറ്റി. ഈ സ്ഥലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അതൊന്നും ഒരു ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. ഈ കാടെല്ലാം കഴിഞ്ഞ് ചെല്ലുന്നത് ഒരു ഗ്രാമത്തിലാണ്. അവിടെ കൃഷിയും കാര്യങ്ങളും എല്ലാം കൂടെ വന്നിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണത്. അങ്ങനെ ഫൈനലി നമ്മൾ വട്ടവടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്പോട്ട് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നതാണ് എന്ത് ഫുള്ള് കൃഷിയാണ് കേട്ടോ. എന്തൊക്കെ സാധനങ്ങളാണെന്ന് നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ എന്തൊക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്നതെന്നുള്ളത്. ആ താഴെ കാണുന്നതെല്ലാം അവിടുത്തെ ആളുകളുടെ വീടും
കൃഷി സ്ഥലങ്ങളുമാണ് കേട്ടോ. അവർ പാട്ടത്തിന് സ്ഥലം എടുത്ത് കൃഷി ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ആ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ചെല്ലണം അതെല്ലാം കാണണമെങ്കിൽ. ഈ കാണുന്ന എല്ലാം സ്ട്രോബെറി ആണ് കേട്ടോ. സ്ട്രോബെറി പച്ചയും പഴുത്തതും എല്ലാം അതിനകത്ത് മിക്സഡാണ്. സ്ട്രോബെറിയും പിന്നെ ക്യാബേജ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അടുത്തോട്ട് ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാട്ടിൽ നിൽക്കുന്ന ചെടികൾക്ക് പോലും നല്ല ഭംഗിയാണ്. പൂക്കളൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. അങ്ങനെ കണ്ട ഒരു പൂവാണ് ഇത് കേട്ടോ. പൂവാണോ ഇലയാണോ നടത്തിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വീഡിയോ പിടിച്ചതാണ് കേട്ടോ. ഈ കാണുന്നത് ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഫാഷൻ ഫ്രൂട്ട് കണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഫാഷൻ ഫ്രൂട്ടാണെന്ന്. പിന്നെ ഈ കാണുന്നതൊക്കെ വെളുത്തുള്ളിയാണ്. കൂട്ടത്തിൽ മല്ലിയില അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നട്ടു വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ട്രോബെറിയുടെ അടുത്ത് നിന്നിട്ടുണ്ട്. നമ്മൾ സ്ട്രോബെറി മേടിക്കാനായിട്ട് ചെന്നതാണ് കേട്ടോ. നല്ല പഴുത്ത കുറേ സ്ട്രോബെറികൾ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇത് കൂട്ടമായിട്ടല്ല, ഇങ്ങനെ പലയിടത്തായിട്ടൊക്കെയാണ് പഴുത്തിരിക്കുന്നത്. കൂടുതലും പച്ചയാണുള്ളത്. അങ്ങനെ നമ്മൾ സ്ട്രോബെറിക്ക് ഓർഡർ കൊടുത്തായിരുന്നു. ഒരു ബോക്സിന് 200 രൂപയാണ് അവർ റേറ്റ് പറഞ്ഞത്. ഇത് കൊണ്ടുപോയിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഷേക്ക് അടിക്കുന്ന ഒരു വീഡിയോ ഞാൻ പിന്നെ വേറെ ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ അവർ ഈ സ്ട്രോബെറിയുടെയും പേരക്കയുടെയും ഒക്കെ വൈനും ജാമും ഒക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു പേരക്കയുടെ സാമ്പിൾ നമുക്ക് തന്നപ്പോൾ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പേരക്കയുടെ ഒരു വൈൻ നമ്മൾ വാങ്ങിച്ചിരുന്നു, അര ലിറ്റർ. നമ്മൾ വാങ്ങിച്ച സ്ട്രോബെറി ഇതാണ് കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുകൊണ്ടാണ് ഫോട്ടോ പോലെ വെച്ചേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ ക്യാബേജിൻ്റെ തോട്ടം കാണുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ക്യാബേജ് നമ്മൾ കാട്ടിക്കൊടുക്കുന്നത് അവർ നമുക്ക് എടുത്ത് തരും. പിന്നെ അവിടുത്തെ ഒരു ചെറിയ ചായക്കടയിൽ നമ്മൾ പഴംപൊരിയും ചായയും ഒക്കെ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് വീണ്ടും അതിൻ്റെ മണ്ടയ്ക്ക് നിന്നുകൊണ്ടുള്ള കുറേ വ്യൂസൊക്കെ. ആ കാണുന്ന ഇത്രയുമാണ് വട്ടവടയെന്ന് പറയുന്നത്, ഫുള്ള് കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് ഫ്രഷ് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ടത്. നമ്മൾ കയ്യോടെ പോയി അത് വാങ്ങിച്ചു. 30 രൂപയാണ് ഒരു സെറ്റിന് അവർ പറഞ്ഞിരുന്ന റേറ്റ്. ഈ ബീട്രൂട്ടിൻ്റെയൊക്കെ ഇലയും തോരൻ വെച്ച് തിന്നാമെന്നാണ് അവർ പറയുന്നത്. നമ്മൾ അതുകൊണ്ട് അത് ഇലയോടെ ഇങ്ങനെ വാങ്ങിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കാനായിട്ട് കയറി. ചോക്ലേറ്റ് ഏതാണ് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നുള്ളത് അവർ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അതനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം. മൈദ ചേർത്തത് ഏതാണ് അതെല്ലാം അവർ നമുക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് നമുക്ക് ചോക്ലേറ്റ് വാങ്ങിക്കാം. പിന്നെ അവിടുന്ന് കുറേ മുന്നോട്ട് വന്നപ്പോൾ കുറേ കടകളൊക്കെ അടച്ചടച്ച് തുടങ്ങണം. അവിടെ 8 മണിയാകുമ്പോഴത്തേക്കും എല്ലാ കടയും ക്ലോസ്ഡ് ആവും കേട്ടോ. നമ്മൾ പിന്നെ കടകളിലെല്ലാം ഒന്ന് പോയി ജസ്റ്റ് എല്ലാം കണ്ട് നമ്മൾ വട്ടവടയോട് യാത്ര പറഞ്ഞ് വീണ്ടും തിരിച്ച് അടിമാലിയിൽ എത്തിയിട്ടുണ്ട്. ഡിന്നറിന് നമുക്ക് കഴിക്കാൻ അൽഫാമും പൊറോട്ടയും നെയ്ച്ചോറും ഒക്കെ ആയിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് കൊല്ലത്ത് വന്നിട്ടുണ്ട്. ഈ 1 ഡേ പാക്കേജ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി ട്രിപ്പ് വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.